അതെ രാഘവട്ടാ, ഈ രാഘവട്ടനും ചേച്ചിയും തമ്മിലുള്ള ഒരു അടുപ്പുണ്ടല്ലോ, അതിന്റെ ലൈൻ എപ്പോഴാ തുടങ്ങിയത്? എന്തോ അല്ല, ഞാൻ ചുമ്മാ ഒരു രസത്തിന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങളുടേത് ഒരു 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 പ്രത്യേക ലൈനാ. ഞാനന്ന് ഒരു ഗതിയുമില്ലാതെ ഒരലവലാതി കറവക്കാരനായിട്ട് നടക്കുന്ന കാലം. എവരുടെ വീട്ടിലും എനിക്കൊന്ന് കറവയുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ചുറ്റുപാട് എങ്ങനെയാന്ന് വെച്ചാൽ, ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞു അത്രേ, ജാതകപ്രകാരം എവർക്ക് ഭർത്താവ് വാഴൂല്ലെന്ന്. ചേടാ, കെട്ടിയോൻ ചത്തുപോകുന്ന ജാതകത്തിൽ എഴുതി വെച്ചാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കുമോ? അങ്ങനെ പ്രായം കുറെ കഴിഞ്ഞിട്ടും ഒന്നും ആകാതെ മനസ്സിയത്ത് അവരങ്ങനെ കഴിയുന്നതിന്റെ ഇടയിലാണ് എന്റെ കറവ. അപ്പൊ ഈ പാത്രം എടുത്തോട്ട് തരാനും പാല് വാങ്ങിച്ചോട്ട് പോയാനും ഒക്കെ ഇവിടെ വരിക. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞും പിടിച്ചും തൊട്ടും ഇപ്പൊ എങ്ങനെയാ പറയുക, അത് അങ്ങനെ ഒരു ലൈനായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. അതിപ്പോ ഒരു ലൈനാണെന്ന് രാഘവട്ടൻ എങ്ങനെയാ മനസ്സിലായത്? ചേടാ, ഇതിലെന്താ മനസ്സിലാക്കാനുള്ളത്? നമ്മളെ കാണുമ്പം അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു 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 തെളിച്ചം, നമ്മൾ അങ്ങോട്ട് എന്തൊരു ചോദിക്കുമ്പോ ഉള്ള ഒരു ഒരു പ്രകൃതം, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെന്നുള്ള ഒരാഗ്രഹം. ഈ രാഘവട്ടനോട് ചേച്ചിക്ക് അങ്ങനത്തെ ഒരു അടുപ്പമാണെന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അല്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്തോ എന്തോ അവർക്ക് എന്നോട് എങ്ങനത്തെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാ മനസ്സിലാക്കിയതെന്ന് അല്ലേ? സത്യം പറ, എന്തിനാ വളച്ചൊടിക്കുന്നത്? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ഹേയ്, എനിക്കെന്തറിയാൻ, ചുമ്മാ സമയം പോകാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുന്നല്ലാണ്ട്. അതെ, ഇങ്ങോട്ട് നോക്കി. ഈ പരുവൊക്കെ കഴിഞ്ഞാ ഞാൻ ഇവിടം വരെ എത്തിയത്. വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനുള്ള പുറപ്പാടാണെന്ന്. നെല്ല് എവിടെങ്കിലും ചെന്ന് കുരുക്കിയോ? ഈ ഒരു കാര്യത്തിൽ മാത്രം നുണ പറയരുത്. മഹാഭാവം. അല്ല മരകതം, ഒരാണിന് പെണ്ണിനോട് തോന്നുന്ന അടുപ്പം ഒരു ലൈനാണോന്ന് എങ്ങനെയാ മനസ്സിലാക്കുകയെന്ന്. ആ ലൈനൊക്കെ കൊള്ളാം, അടിമേടിക്കാൻ നോക്കണം. അല്ല മരകതം, നമ്മൾ തമ്മിലുള്ള അടുപ്പം ഒരു ലൈനാണെന്ന് എങ്ങനെ ആദ്യം മനസ്സിലായത്? ഓ, അപ്പഴാ. அப்பேனோ அனந்தா, உனக்கு ஒரு போன் வந்திருந்தது. ஏதோ ஒரு பொண்ணு ஒரு ஹாஸ்டலோட நம்பர் தந்திருக்கு. நீ வந்த உடனே உன்னை கூப்பிட சொன்ன. ഹലോ, റോസ് ഹോസ്റ്റലല്ലേ? മിസ് ശ്രീദേവി ഒന്ന് വേണമായിരുന്നു. അതെ, ശ്രീദേവി മേനോൻ. ഹലോ, ശ്രീദേവി അല്ലേ? അനന്തനാണ്. വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ എത്തിയതുള്ളൂ. വിളിച്ചത് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? ഏയ്, ഇന്ന് വൈകിട്ട് ഫ്രീ ആണോ? അതെ, വരാമല്ലോ. എപ്പോ വരണം? ഒരു 4 മണിക്ക്. താങ്ക് യു. அனந்தா, அந்த இட்டாலியன் ஃபேட்டோட வேலை இன்னைக்கே முடிச்சாகணும். நாளை காலைல கொடுக்கறேன்னு சொல்லியிருக்கு. അയ്യോ മുതലാളി, എനിക്ക് ഉച്ചതിരിഞ്ഞ് ലീവ് വേണം. നാളെ കാലയിലേ ഞാൻ കൊഞ്ചം നേരത്തെ വരില്ല. തീരാത്ത മണി അപ്പ ചെയ്യല. പിന്നെ മുതലാളി, എനിക്ക് இந்த മാസം ശമ്പളത്തിലിരുന്ന് ഒരു 100 രൂപ അഡ്വാൻസ് വേണം. எதுக்கு? ഒരു അത്യാവശ്യം ഇருக்கு, അതാ. முன்ன இல்லாம இருந்த பழக்கங்கள்லாம் ஆரம்பிச்சிருக்கிறானே. அடிக்கடி போன், லீவு, அட்வான்ஸ். ரூட்டு மாறுதோ? നല്ല കരുത്തുള്ള മീശ. ഇത് കുറയ്ക്കണോ?
ശരി, കുറയ്ക്കാം. കൊള്ളക്കാരനെ പോലെ ഇരിക്കുന്നല്ലേ പറഞ്ഞത്? കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ആ. ഛെ. മീശയ്ക്ക് എന്ത് പറ്റി? എലി കറണ്ടോ? അല്പം ചെറുതാക്കി, അത്രേ ഉള്ളൂ. ശോ, വേണ്ടായിരുന്നു. ആ പഴയ കൊമ്പൻ തന്നെ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അതിനൊരു എടുപ്പുണ്ടായിരുന്നു. ഇത് തീരെ മോശം. എന്ന് ചോദിച്ചാൽ അങ്ങനെ മോശമെന്ന് പറയാൻ വയ്യ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ആ, അനന്തനോട് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. പറയാതെ എങ്ങനെ അറിയാ? ഒരു ചെറിയ സർപ്രൈസ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ യെസ്, ഇന്ന് നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു. റെഡിയല്ലേ? പിന്നെന്താ, റെഡി. ഇന്ന് എവിടേക്കാ പോകുന്നറിയാമോ? എവിടെ വേണേലും പോവാം. സൂപ്പ്, ചില്ലി ചിക്കൻ, നൂഡിൽസ്. നമുക്ക് അന്ന് പോയ ഹോട്ടലിൽ പോയാലോ? പിറന്നാൾ ദിവസം ഞാൻ സ്ട്രിക്റ്റ് വെജിറ്റേറിയനാ. അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് എന്ന് കേട്ടാൽ വിടുമോ? പിന്നെ എവിടെ പോണം? നമുക്കിന്ന് കുമരങ്കോലി പോവാം. എവിടെ വെച്ച്? 4 രൂപ. ബാക്കി വെച്ചോ. ചാർത്താനൊരു മാല വേണം. എത്രയാ? 6 രൂപ. 100 രൂപയുടെ ചില്ലറ തരാനുള്ള കച്ചവടം ഇവിടെ ഉണ്ടാവില്ല. ഞാൻ കൊടുക്കാം. ഞാൻ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് അനന്തൻ അറിയാമോ? പരീക്ഷയിൽ ജയിക്കണമെന്ന്. പിന്നെ മറ്റെല്ലാം മറന്ന് തൊഴിൽ നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ആ ശാന്തി ഉണ്ടല്ലോ, അതെപ്പോഴും മനസ്സിലുണ്ടാവണേന്ന്. അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ? വിശേഷിച്ചൊന്നുമില്ല. അമ്മയുണ്ടായിരുന്നപ്പോൾ കോളേജ് കഴിഞ്ഞ് ചെല്ലാൻ ഒരിടമുണ്ടെന്ന് തോന്നലുണ്ടായിരുന്നു. അമ്മ പോയതോടെ ചേട്ടനുണ്ടല്ലോ. ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്. എന്നാലും അമ്മയെപ്പോലെ ആവില്ലല്ലോ. ചേട്ടന് പണ്ടും അതെ, ചേട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ചേട്ടത്തിക്ക് അത്ര കൂടി സ്നേഹം ഉണ്ടാവാത്തത് കുറ്റമാവില്ലല്ലോ. ആലോക്യം വല്ലതും? ഹേയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അമ്മയും അച്ഛനും ഇല്ലാതെ വരുമ്പോ എല്ലാ വീടുകളിലും ഇതൊക്കെ പതിവ് തന്നെയാണ്. ചേട്ടനിപ്പോ എവിടെയാ? ബോംബെയില്. വെക്കേഷന് മാത്രം ഞാൻ പോവും. അനന്തൻ ഇവിടെ ആദ്യമാണല്ലേ? അതെ. കഴിഞ്ഞ കൊല്ലം അവസാനം വരെ
എല്ലാ ആഴ്ചയിലും ഞാനിവിടെ വരുമായിരുന്നു, എന്റെ കൂട്ടുകാരിയുമൊത്ത്. അവളുടെ കോഴ്സ് കഴിഞ്ഞു പോയി. പിന്നെ ഇന്നാണ് ഞാൻ വരുന്നത്. അവള് പോയ ശേഷം എനിക്കെങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും ഇല്ലാണ്ടായി. എല്ലാവരോടും കയറി നടക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനന്തനെ കണ്ടത്. മനസ്സ് തുറന്ന് വല്ലതുമൊക്കെ സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സത്യത്തില് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേറെ ഒന്നും നോക്കാതെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അനന്തനോടേ ഉള്ളൂ. വാസ്തവത്തിൽ ഞാനും വല്ലതുമൊക്കെ ഉള്ളു തുറന്ന് മിണ്ടാൻ തുടങ്ങിയത് ശ്രീദേവിയെ കണ്ടത് പിന്നെ. ആഹാ, എന്നിട്ട് എന്റെ ലാത്തി മുഴുവൻ സഹിക്കുകയല്ലാതെ ഇങ്ങോട്ടൊന്നും പറയാറില്ലല്ലോ. കടല വേണമോ സാർ? കടല വേണ്ട സാറേ, ഞാൻ കൊടുത്തോളാം. അവന്റെ കയ്യിൽ 100 രൂപയുടെ ചേഞ്ച് ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. എത്രയാ? 1 രൂപ. ഉം. ഇങ്ങനൊരു കൊതിച്ച് പഴയ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. കഴിക്കൂ. കുട്ടികളായിരുന്നപ്പോ എന്ത് രസമായിരുന്നല്ലേ. ആ സ്വഭാവം മാറില്ലെന്നാണ് എനിക്ക്. സമയം ഒരുപാടായി, നമുക്കിറങ്ങാം. ഞാൻ കൊണ്ടുവിടാം. ആസ് യു പ്ലീസ്. ചില്ലറല്ല സാർ. ഞാൻ കൊടുക്കാം. സാറിനെ ഡ്രോപ്പ് ചെയ്യണം. വരട്ടെ. എന്റെ മോൻ അനന്തന്. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, അച്ഛനാണെങ്കിൽ കിടപ്പ് തന്നെ. എന്റെ മോൻ ഈ മാസം ഇച്ചിരി കാശ് കൂടുതലയക്കണം. உனக்கல்ல இது வேற அனுப்புங்கோ. ஆனா 4-5 நாளாகும். എന്താണെന്താ ഈയിടെ ഫോൺ ബെല്ല് കേട്ടാ ഓടുന്നത്? വല്ലതും കുരുങ്ങിയോ?